എന്നിട്ട് പറയും, അമ്മേ ഇപ്പം എൻ്റെ അമ്മയായില്ലേ, എന്നെ പ്രസവിച്ചില്ലേ, എന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നില്ലേ, ഇപ്പം എൻ്റെ അമ്മയായി, അതുകൊണ്ട് എന്നെ അനുഗ്രഹിക്കണം, ഞാൻ ലങ്കയിൽ പോയി സീതാദേവിയെ കണ്ടു വരാം അമ്മയുടെ അനുഗ്രഹം. അപ്പോൾ പറയും, ഞാൻ സുരസ എന്നാണ് എൻ്റെ പേര്, എന്നെ ദേവന്മാരായി പറഞ്ഞയച്ചിട്ട് വന്നതാണ്, നിൻ്റെ ശക്തിയും ബലവും പരീക്ഷിക്കാൻ വന്നതാണ്, നീ നന്നായിട്ട് വരും, നിനക്ക് സീതാദേവിയെ കണ്ട് വിവരങ്ങളൊക്കെ അറിഞ്ഞ് വരാൻ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് പോകും സുരസ. പിന്നെയും ചാടുന്ന സമയത്ത് സമുദ്രത്തിന് തോന്നും ഈ ഹനുമാന് പോകുന്ന വഴിക്ക് ഈ 100 യോജന ദൂരം പോകുന്ന സമയത്ത് വഴിയിലൊരു വിശ്രമിക്കാനൊന്നൊരു സ്ഥലമോ ആഹാരം കഴിക്കാനൊരു സൗകര്യമോ ഒന്നുമില്ല. അപ്പോൾ അതൊന്ന് കൊടുക്കണം. സമുദ്രത്തിന് വലിയ ബഹുമാനമാണ് ശ്രീരാമനെ, വരുണന്. അപ്പോൾ പിന്നെ നീ ചെന്നിട്ട് ഹനുമാൻ ഒരു വിശ്രമസ്ഥാനവും ഇതും കൊടുക്കണം പറഞ്ഞിട്ട് മൈനാകെന്ന് പറഞ്ഞ പർവ്വതത്തിനെ പറഞ്ഞയക്കും. ആ മൈനാക പർവ്വതം ചെന്നിട്ട് സമുദ്രത്തിൽ പൊങ്ങി വന്നിട്ട് ഹനുമാനോട് പറയും, എന്നിലിരുന്നോളൂ, ഇരുന്നിട്ട് പാലും പഴവും ഇല്ല തേനും പഴവും അതൊക്കെ കഴിച്ച് നീ പോയാൽ മതി എന്ന് പറയും. അപ്പോൾ പറയും, വേണ്ട, രാമകാര്യത്തിന് പോണ സമയത്ത് അതിൻ്റെ ഇടയിൽ ഒരു ആഹാരം കഴിക്കുകയോ വിശ്രമിക്കുകയോ ഒന്നും പാടില്ല, രാമകാര്യം സാധിച്ചു കഴിഞ്ഞിട്ടേ ഒക്കെ പാടുള്ളൂ, അതുകൊണ്ട് ഞാൻ പോവുകയാണ്, നിൻ്റെ സൽക്കാരം ഞാൻ സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മൈനാകപർവ്വതത്തിനെ തൊട്ട് തലോടും. എന്നിട്ട് പിന്നെയും ചാടും. അങ്ങനെ പിന്നെയും ചാടുന്ന സമയത്ത് ഒരു സിംഹിക പറഞ്ഞൊരു സ്ത്രീ, ആ സിംഹിക എങ്ങനെയാ വെച്ചാൽ സമുദ്രത്തിൻ്റെ ഉള്ളിലാണ് താമസം, വെള്ളത്തിലാണ് താമസം. ആ സിംഹികയുടെ ആഹാരം എന്താ വെച്ചാൽ ഈ സമുദ്രത്തിൻ്റെ മുകളിലേക്ക് കൂടെ ആരെങ്കിലും ചാടിപ്പോകുന്ന എന്തെങ്കിലും ആളുകൾ പോകുന്നുണ്ടെങ്കിൽ ആ നിഴൽ പിടിച്ച് നിർത്തും. വാഹനമായാലും ആളായാലും എന്തായാലും നിഴൽ പിടിച്ചാൽ നിന്നിട്ട് അത് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അത് തിന്നും. അങ്ങനെയാണ് ആ സിംഹികയുടെ ജീവിതം. അപ്പോൾ ഹനുമാൻ പോകുമ്പോൾ ഹനുമാൻ്റെ നിഴൽ പിടിച്ച് നിർത്തും. അപ്പോൾ ഹനുമാൻ താഴോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും സിംഹികയാണെന്ന്. അപ്പോൾ കാലുകൊണ്ടൊരു ചവിട്ട് കൊടുക്കും. അപ്പോൾ സിംഹിക ചാവും. അങ്ങനെ സിംഹികയും കൊന്ന് പിന്നെയും ചാടും. അങ്ങനെ വൈകുന്നേരമായപ്പോൾ അവിടെ ലങ്കാപുരിയിലെത്തുകയാണ്. സന്ധ്യയ്ക്ക് മുമ്പായിട്ട് ലങ്കാപുരിയിലെത്തിയപ്പോൾ വിചാരിക്കും, ഇപ്പം ഞാൻ അകത്തേക്ക് കിടന്ന ആരെങ്കിലും എന്നെ കണ്ടാൽ മോശമല്ലേ, കുരങ്ങിൻ്റെ രൂപമല്ലേ, എന്തെങ്കിലും ഉപദ്രവം ചെയ്താലോ, അതുകൊണ്ട് സന്ധ്യയായിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് അവിടെ വിശ്രമിക്കും. എന്നിട്ട് സന്ധ്യാസമയത്ത് ആരും പറയാണ്ട് ചെറിയ രൂപത്തിൽ വളരെ ചെറിയൊരു കുരങ്ങനായിട്ട് ഉള്ളിലേക്ക് കിടക്കാൻ ഭാവിക്കുമ്പോൾ ലങ്കാലക്ഷ്മി കാണും. ലങ്കയിലെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ് ബ്രഹ്മാവ് ലങ്കാലക്ഷ്മി. ആ ലങ്കാലക്ഷ്മി ഹനുമാൻ ഓടിച്ചതോടുകൂടി ലങ്കയിലെ ലക്ഷ്മി മുഴുവൻ പോയി എന്നാണ്. ആ ലങ്കാലക്ഷ്മി കണ്ടിട്ട് വന്നിട്ട് അടിക്കും ഹനുമാനെ. അപ്പോൾ ഹനുമാൻ അങ്ങോട്ട് ഓടിക്കും. ഹനുമാൻ്റെ ഒരു അടി കൊണ്ടപ്പോൾ ലങ്കാലക്ഷ്മി വീഴും. എന്നിട്ട് പറയും, ഇത്ര ശക്തനായിട്ട് ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നീ ആരാണ് എന്താണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറയും, എന്നെ ഇവിടെ കാവലേൽപ്പിച്ചിരിക്കുകയാണ് നീ. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ശ്രീരാമദൂതനായിട്ടൊരാൾ വരും, അയാളോട് ഒരു കപിയോടൊരു ദിവസം ജഡിതി കൊള്ളുക, നീ ഒരു കപിയോടൊരു എങ്ങനെയോട് അടി കൊണ്ടാന്ന് നീ തിരിച്ചു പോന്നോ, പിന്നെ അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പോവുകയാണ്, നിനക്കെല്ലാം നന്മകളും നേരുന്ന് നീ സീതാദേവിയെ കണ്ട് വിവരമൊക്കെ ശ്രീരാമനെ അറിയിച്ച് രാവണനോട് യുദ്ധം ചെയ്ത് രാവണനെ കൂട്ടത്തോടെ ഒടുക്കിയിട്ട് നീ സീതാദേവിയെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ലങ്കാലക്ഷ്മി, അന്ന് മുതൽ ലങ്കയുടെ ലക്ഷ്മി അവിടുന്ന് പോയി എന്നാണ്. ലങ്കാലക്ഷ്മി പോയി. അത് കഴിഞ്ഞ് പിന്നെ ഹനുമാൻ അവിടെയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി, എവിടെയാണ് സീത എന്നറിയില്ല. രാവണൻ്റെ കൊട്ടാരത്തിലാണോ ഉദ്യാനത്തിലാണോ എവിടെയാണ് അങ്ങനെ പ്രത്യേകിച്ച് തീർച്ചയായിട്ടൊരു ഇതില്ല, രാവണൻ്റെ ഇതിലാണെന്നേ അറിയുള്ളൂ. അങ്ങനെ രാവണൻ്റെ കൊട്ടാരത്തിലൊക്കെ അന്വേഷിക്കും, പിന്നെ ഉദ്യാനങ്ങളെയൊക്കെ അന്വേഷിക്കും. അങ്ങനെ കുറേ ഉദ്യാനങ്ങളെ അന്വേഷിച്ചപ്പോൾ കാറ്റടിച്ചിട്ട് നല്ല സുഗന്ധം വന്നിട്ട് ഇങ്ങനെ അച്ഛൻ കൊണ്ടുപോയി എന്നാണ് ഹനുമാനെ, വായു കൂട്ടിക്കൊണ്ടുപോയി എന്നാണ്. അങ്ങനെ അശോകവനത്തിലെത്തിക്കും. അശോകവനത്തിലെത്തുമ്പോൾ അവിടെയൊക്കെ അന്വേഷിച്ച് നോക്കി. അപ്പോൾ ശിംശഭാവൃക്ഷം കാണും. ആ ശിംശഭാവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സീത ഇങ്ങനെ കരഞ്ഞിരിക്കുന്നുണ്ടാവും. രാമ 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 ജപിച്ചുകൊണ്ട് കണ്ണിന്ന് വെള്ളം ഒഴുക്കിക്കൊണ്ട് തലമുടിയൊക്കെ തറപ്പറയായി, പിന്നെ ചളി പെരണ്ട് കീറിയ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് പിന്നെ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അങ്ങനെ ഒരു ഗതിയില്ലാണ്ട് നിലത്ത് വീണ് ഉരുണ്ട് കരഞ്ഞ് അങ്ങനെ ആ സീതാദേവിയെ കാണുമ്പോൾ ഹനുമാൻ വല്ലാണ്ട് സങ്കടമാവും. ഹനുമാൻ ഞാൻ എൻ്റെ ലക്ഷ്യം സാധിച്ചു, ഞാൻ ഭഗവതിയെ കണ്ടു, ദേവിയെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ്